കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങൾ നോക്കൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്തതിൻ്റെ പേരിൽ 10 വിദ്യാർത്ഥികളെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ജീവിക്കുന്നത് രാജ്യത്ത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമല്ലേ. ജനാധിപത്യ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ജനാധിപത്യത്തിൽ എല്ലാവർക്കും ശബ്ദിക്കാനും ശബ്ദമുയർത്താനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എല്ലാം സ്വരം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകിയിട്ടുള്ള രാജ്യമല്ലേ. അങ്ങനെ ജനാധിപത്യപരമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ ഒരു വൈസ് ചാൻസലർ തീരുമാനിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെ ചെന്ന് നിൽക്കും? എവിടേക്കാണ് ഇവർ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? എവിടേക്കാണ് അവർ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഒരു വൈസ് ചാൻസലർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, സസ്പെൻഷൻ ഓർഡർ പ്രത്യേകമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. മാധ്യമങ്ങൾ നിർഭാഗ്യവശാലും ചർച്ച ചെയ്യുന്നില്ല. നോട്ട് ടു രജിസ്ട്രാർ. നിങ്ങൾ നോക്ക്, സാധാരണഗതിയിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സസ്പെൻഷൻ ഓർഡർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. സസ്പെൻഷൻ ഓർഡർ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒറ്റ ഒരു വിവരം, നോട്ട് ടു രജിസ്ട്രാർ വിത്ത് ദ റെഫറൻസ് ടു ദ ആക്ട് ഓഫ് ടെറർ ഓഫ് ദ ഓഫീസ് ടു വൈസ് ചാൻസലർ during SFI protest, the following students of the campus are suspended until further orders. Note to order എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ VC-ക്ക് നേരിട്ട് നോട്ട് ടു ഓർഡർ എന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥി സസ്പെൻഡ് ചെയ്യാൻ ഏത് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടാണ് അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് രജിസ്ട്രാർ ഒരു ഓർഡറും ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടില്ല എന്നാണ്. എന്നിട്ടൊരു തിട്ടൂരം കൂടി പുറപ്പെടുപ്പിക്കുകയാണ്. ഇനി ഒറ്റൊരാൾ പോലും ഹോസ്റ്റലിൽ താമസിച്ചു പോയേക്കരുത് എന്നാണ്. പ്രിയപ്പെട്ട ഡോക്ടർ പി രവീന്ദ്രൻ വൈസ് ചാൻസലറായപ്പോൾ ഡോക്ടർ പി രവീന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പൂർവ്വ സ്വത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ഹോസ്റ്റലിലല്ല പ്രിയപ്പെട്ട വൈസ് ചാൻസലറെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. അത് ഈ കേരളത്തിലെ അവിടെ അഡ്മിഷൻ എടുത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിർമ്മിച്ച ഹോസ്റ്റലാണ്. ഈ കേരളത്തിലെ മനുഷ്യരുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ നിന്ന് RSSകാരൻ കൊടുത്തുവിട്ട കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങ് ഇറങ്ങിപ്പോയേക്കണം എന്ന് തിട്ടൂരമിറക്കിയാൽ യഥാർത്ഥത്തിൽ സ്വന്തം ഓഫീസിൽ ഇരിക്കാൻ അവകാശമില്ലാത്ത ആൾ താങ്കളാണ് എന്ന് ഡോക്ടർ പി രവീന്ദ്രൻ നന്നായി ബോധ്യപ്പെടുന്നതാവും. ഒരു ക്ലറിക്കിൻ്റെ പോലും, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ക്ലറിക്കിൻ്റെ പോലും ഒരു ഓഫീസ് കൈകാര്യം ചെയ്യേണ്ട സാങ്കേതിക തികവില്ലാതെയാണ് വൈസ് ചാൻസലർ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ ജനാധിപത്യപരമായ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കിയാൽ, നടപടിയെടുത്താൽ ഈ ജനാധിപത്യ സമരങ്ങൾ അവസാനിക്കും എന്നാണ് ഡോക്ടർ പി രവീന്ദ്രൻ കരുതിയിരിക്കുന്നത്. ഇതിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം കൂടിയാണ്. കാരണം ഈ ഡോക്ടർ പി രവീന്ദ്രന് വേണ്ടുന്ന എല്ലാ കവചവും ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് സംഘടനയുടെ നേതാക്കന്മാരും വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുമാണ്. RSSനെതിരെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സമരോരത്ത്, ഏതെങ്കിലും ഒരു സമരത്തെരുവിൽ, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരക്ഷരം മിണ്ടാതെ കേരളത്തിനകത്തെ KSUം MSFും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് നടത്തുകയാണ്. ആരെ സംരക്ഷിക്കാൻ? ഡോക്ടർ പി രവീന്ദ്രൻ സംരക്ഷിക്കാൻ. ഡോക്ടർ പി രവീന്ദ്രനെ സംരക്ഷിക്കുന്നതിൽ KSUO MSFോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ചേർന്ന് അയാളെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കും. ഞങ്ങൾക്കൊരു ഒരു തർക്കവുമില്ല. കാരണം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി BJPയിലേക്ക് പോയില്ല എന്നൊരാശ്വാസമെങ്കിലും നമുക്കുണ്ടാവുമല്ലോ. പക്ഷേ ഡോക്ടർ പി രവീന്ദ്രൻ എവിടെയാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ? ഡോക്ടർ പി രവീന്ദ്രൻ എവിടെയാണ് പ്രിയപ്പെട്ട KSUകാരെ? ഡോക്ടർ പി രവീന്ദ്രൻ എവിടെയാണ് പ്രിയപ്പെട്ട MSFകാരെ? കഴിഞ്ഞ ദിവസം MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നാട്ടിൽ സേവാഭാരതിൻ്റെ പരിപാടിക്ക് പോയി ഉദ്ഘാടനം ചെയ്ത ആളാണ് ഡോക്ടർ പി രവീന്ദ്രൻ. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റും വ്യക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സേവാഭാരതിൻ്റെ പരിപാടിക്ക് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവായ ഡോക്ടർ പി രവീന്ദ്രന് പോകാനുള്ള പ്രചോദനം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണോ എന്നാണ് കേരളത്തിലെ KSUവും MSFും വ്യക്തമാക്കേണ്ടത്. മുസ്ലിം ലീഗും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയിലാണല്ലോ അയാൾ വന്ന് സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ അങ്ങനെ സേവാഭാരതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന വിശാലമായ രാഷ്ട്രീയം ഇന്നു മുതലാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതെന്നുകൂടി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറയേണ്ടതായിട്ടുണ്ട്. MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വൈസ് ചാൻസലറെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ പോയി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സമരാഭാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, RSSൻ്റെ ഒരു അക്ഷരം അപ്പുറത്തും മിണ്ടാതെ. അതുകൊണ്ട് ഡോക്ടർ പി രവീന്ദ്രനെ RSSലേക്ക് ഏത് നിമിഷവും കാലെടുത്തു വെച്ച് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായി മാറിയിരിക്കുന്ന ഡോക്ടർ പി രവീന്ദ്രനെ സംരക്ഷിക്കുന്ന ഈ നടപടി ശരിയാണോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മതനിരപേക്ഷവാദികളായ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞങ്ങളിപ്പോഴും പ്രതീക്ഷയോടെ കാണുകയാണ്, മതനിരപേക്ഷവാദികളായ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെറിയൊരു മൂളലെങ്കിലും കോൺഗ്രസിൽ മതനിരപേക്ഷതയുടെ വാക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ഞരക്കമെങ്കിലും മതനിരപേക്ഷതയുടെ ബാക്കി പത്രമായി കേരളത്തിലെ കോൺഗ്രസിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് സിദ്ധാന്തമൊക്കെ ഇന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഓർക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ കോൺഗ്രസ്സുകാരാ നെഹ്റുവിനെ ഓർത്തിട്ടെങ്കിലും ഡോക്ടർ പി രവീന്ദ്രനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.